കുടലിൻ്റെ ആരോഗ്യം നമുക്ക് എല്ലാവർക്കും അത് പ്രധാനമാണെന്നറിയാം. പക്ഷേ നമ്മുടെ ചില ശീലങ്ങൾ നമ്മുടെ ദഹന വ്യവസ്ഥയെ എങ്ങനെ ദോഷകരമായി ബാധിക്കുമെന്ന് എത്ര പേർക്ക് ശരിക്കും അറിയാം? ആരോഗ്യത്തിൻ്റെ ലോകം നിങ്ങളുടെ ശരീരത്തിന് എന്താണ് നല്ലത് എന്നതിനെക്കുറിച്ച് ഉപദേശങ്ങളാൽ നിറഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ ഈ ആരോഗ്യ ഹാക്കുകൾ എന്ന് കരുതപ്പെടുന്ന ചിലത് നല്ല ഉദ്ദേശങ്ങളുടെ പേരിൽ നിങ്ങളുടെ കുടലിനെ നിശബ്ദമായി നശിപ്പിക്കുകയാണെങ്കിലോ? ഭക്ഷണം വരുന്നതിനായി തയ്യാറെടുക്കുന്നതിന് ചവയ്ക്കുന്നത് തലച്ചോറിലേക്കും ആമാശയത്തിലേക്കും സിഗ്നലുകൾ അയക്കുന്നു. ഇത് ആമാശയത്തെ ദഹന എൻസൈമുകളും ആസിഡും ഉൽപ്പാദിപ്പിക്കാൻ പ്രേരിപ്പിക്കും. നിങ്ങൾ ജ്യൂസുകളോ ദ്രാവകങ്ങളോ കുടിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ നിർണായക ഘട്ടം നഷ്ടമാവുകയാണ്. ഇത് വയറുവീർക്കൽ, ഗ്യാസ്, അസ്വസ്ഥത തുടങ്ങിയ അസ്വസ്ഥതകൾക്ക് കാരണമാകും. ഇത് പലപ്പോഴും സ്മോൾ ഇൻറ്റസ്റ്റൈൻ ബാക്ടീരിയൽ ഓവർഗ്രോത്ത് അല്ലെങ്കിൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലുള്ള അവസ്ഥകളുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ശരീരത്തിന് അവ ആവശ്യമുണ്ടോ എന്ന് വിലയിരുത്താതെ സപ്ലിമെൻറ്റുകളോ ചില ഔഷധങ്ങളോ കഴിക്കുന്നത് നിങ്ങളുടെ കുടലിൽ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കും. ഉദാഹരണത്തിന്, ശരീരത്തിന് ആവശ്യമില്ലാത്തപ്പോൾ പ്രോബയോട്ടിക്കുകൾ സ്വയം നിർദ്ദേശിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ കുടൽ മൈക്രോബയോമിനെ സ്വാഭാവിക വൈവിധ്യത്തെ തടസ്സപ്പെടുത്തുകയും ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. ഓരോ ശരീരവും ഓരോ രീതിയിലാണ്. ട്രെൻഡുകൾ പിന്തുടരുന്നതും സ്വയം നിർദ്ദേശത്തിലുള്ള പരിചരണവും ദഹനത്തിലെ തടസ്സങ്ങൾക്കും കുടൽ മൈക്രോബയോട്ടിലെ അസന്തുലിത അവസ്ഥയ്ക്കും മറ്റ് ദീർഘകാല ദഹന പ്രശ്നങ്ങൾക്കും കാരണമായേക്കും. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.